ആവറേജ് ആണ്. ആവറേജ് പടമാണ്. അതെ അതെ. ആ മൂവിയാണ്. അല്ലാതെ റിവ്യൂസിലൊക്കെ വരുന്നതൊക്കെ മോശം പറയാനില്ല. നല്ലൊരു നോർമൽ ആയിട്ടുള്ളൊരു പടം. പിന്നെ വിജയ് പിന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. ഡയറക്ഷൻ കാര്യങ്ങളുള്ള പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് മ്യൂസിക്കിൻ്റെ ഇതാണ്. അനിരുദ്ധൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല പോലെ മ്യൂസിക് കാര്യങ്ങൾ ചെയ്തതിന്. നമ്മുടെ ഇവൻ്റെ മ്യൂസിക് കുറച്ച് പടത്തിന് കുറച്ച് ഇതായിട്ട് തോന്നി. വേറെ ഇതൊന്നുമില്ല. പടം ഒരു നല്ലൊരു കാണാൻ പറ്റിയൊരു പടം. അല്ലാതെ മോശം പറയല്ലേ, നെഗറ്റീവായിട്ടൊന്നുമില്ല. കൂടുതൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, പക്ഷെ പടം കൊള്ളാം. മോൻ ഡി ഏജിങ് കൊള്ളായിരുന്നു, പക്ഷെ അതിലിടയ്ക്ക് കുറച്ച് ഇതുണ്ടല്ലോ, VFX കുറച്ച് അതിന് കുറച്ച് പ്രശ്നമായിരുന്നു. അല്ലാതെ നോക്കുമ്പോൾ ഡി ഏജിങ് ഭയങ്കര നല്ലതായിരുന്നു അതിന് വേണ്ടി. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല വിജയാണോ അതോ ഇതാണോ നമുക്ക് അറിയാൻ പറ്റിയില്ല. ഓക്കെ, ലിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പടം കുറച്ച് ഇതാണ്, പക്ഷെ മൊത്തത്തിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഓവറേജ് ആണ് പടം. കാരണം ഇപ്പം ഡീഗ്രേഡിങ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണല്ലോ. അപ്പം അതിനനുസരിച്ചാണ് പടം. ചില ഇപ്പം ഒരു കമേഴ്ഷ്യൽ പടം ആകുമ്പോൾ അതിനനുസരിച്ചുള്ള തള്ളു കാര്യങ്ങളൊക്കെ, അപ്പം അതൊക്കെ നോക്കാതെ വന്നാൽ പടം കൊള്ളാം. പടം കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. പടം എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന ഡീഗ്രേഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിരുന്നു. അങ്ങനെ ഡീഗ്രേഡിങ് അങ്ങനെ ഈ പറയാൻ പോലും ഒന്നും ഇല്ലായിരുന്നു അത്. പക്ഷെ എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല, നൈസായിരുന്നു. എനിക്കിപ്പോൾ കഴിഞ്ഞ ലിയോ ഒക്കെ കണ്ട പോലെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. നല്ല മാസമായിരുന്നു, കൊള്ളായിരുന്നു. എനിക്കിത് തന്നെ, ലൈക്ക് ഞാൻ ട്വിറ്ററൊക്കെ നോക്കിയപ്പോൾ ചിലതിലൊക്കെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഡിസാസ്റ്റർ എന്നും പറയും കുറെ വന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ റിവ്യൂ ഒന്നും ഞാൻ നോക്കാനൊന്നും പോയില്ല. കുറെ പേർ റിവ്യൂ പറഞ്ഞിട്ടും ഞാൻ നോക്കിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിയോ പോലെ തന്നെ ഇതും തന്നെ ഗോട്ട്. ലൈക്ക് പുള്ളിയുടെ പടങ്ങളുണ്ടല്ലോ, വെങ്കട് പ്രഭുവിന്റെ മങ്കാത്ത മാനാട് വെച്ച് നോക്കാം, അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറെ ഇത് വേറെ, അങ്ങനെ കമ്പാരിസൺ പാടില്ല. ദളപതിയുടെ സ്വാഗ് പൊളിയായിരുന്നു, പൊളിയായിരുന്നു. ആ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിരുന്നു. സിനിമ ഓവറോൾ പൊളിയായിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു, നല്ല സിനിമയായിരുന്നു. ഇനി ഒരു പടം നമുക്ക് കാണാൻ പറ്റുള്ളൂ ദളപതി. സോ ഇനിയും പുള്ളി ഇനി അഭിനയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു.